ഹായ് ഡിയേഴ്സ്, സ്കൂളിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് +2 ഇംഗ്ലീഷ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ മാത്സിലായിട്ടുള്ള ഒരു കൺസേൺ ചിലപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോ യൂണിറ്റും പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതായിരിക്കും അല്ലേ? സോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ് കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഏതായിരുന്നു ശരിക്കും? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു യൂണിറ്റിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ ഇതിലെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്നുള്ളതാണ്. സോ അതിൽ പറയുന്ന എന്തിനെ പറ്റിയിട്ടായിരുന്നു ശരിക്കും? വിമൻ എംപവർമെന്റിനെ പറ്റിയിട്ടാണ് അല്ലേ? എന്തൊക്കെയാണ് ശരിക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനൊക്കെ മറികടക്കാം, ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. സോ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പീച്ച് ആയിരുന്നു അല്ലേ? യെസ്, 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോടെ നിങ്ങൾക്ക് എന്തിനെ പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. യെസ്, ഏതൊക്കെയാണ് ഈ 3 L's അഥവാ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, ഇങ്ങനെ 3 എണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തിന്? വിമൻ എംപവർമെന്റിന് ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വിമൻ എംപവർമെന്റുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള. ഒപ്പം തന്നെ നിങ്ങൾ സ്പീച്ച് ചെയ്തതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എനി വുമൻ. എനി വുമൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പോമാണ് അല്ലേ? സോ ആ ഒരു പോയത്തിൽ നിങ്ങൾ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ വുമനെ പറ്റി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മദറിന് ആ ഫാമിലിയിലുള്ള റോളിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതൊക്കെയാണ്. ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള വുമൻ എങ്ങനെയൊക്കെയാണ്, അതേപോലെ തന്നെ ഒരു ഫാമിലിയിൽ ആ ഫാമിലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സ്ത്രീകളുടെ റോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 3rd ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മാച്ച് ബോക്സ് അല്ലേ? സോ അതിൽ നമ്മുടെ മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ നൊമിതയെ പറ്റി, അതേപോലെ തന്നെ അജിത്തിനെ പറ്റി, ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെയാണ് അതിൽ എന്തിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസസ് നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ പറ്റിയിട്ടും, അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ എന്താണ് പരിഹാരം എന്നുള്ളത് അല്ലേ? അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോടെ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ 4th ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൊറിഗല്ലാണ്. സോ ഹൊറിഗല്ലിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ജേർണി പോലെയാണ് അല്ലേ? അപ്പൊ അതിൽ ഒരുപാട് സോറോസ് ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മളൊന്ന് കേൾക്കാൻ, നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടായാൽ മതി അല്ലേ? അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുക എന്നുള്ള. പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ ലിസൺ ചെയ്യാൻ നമുക്ക് ആൾക്കാരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹൊറിഗല്ലു എന്ന് പറയുന്ന അല്ലെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഹൊറിഗല്ലോസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ശരിക്കും അവിടെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള. ഓക്കെ, അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യൂണിറ്റിലെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇനിയിപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യത എന്ന് ചോദിച്ചാൽ, നമുക്ക് സ്പീച്ച് വരാറുണ്ട്, അതേപോലെ തന്നെ ആർട്ടിക്കിൾ വരാറുണ്ട്, എസ്സേ റൈറ്റിംഗ് വരാറുണ്ട്, ദെൻ അതേപോലെ തന്നെയാണ് പാരഗ്രാഫ് റൈറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഏകദേശം ഇതിൻ്റെ ഒക്കെ ഒരു ഫോമാറ്റ് നിങ്ങൾ അറിഞ്ഞാൽ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് 1 നമുക്ക് സെറ്റ് ആണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഹൗ ടു റൈറ്റ് ആൻ അപ്രിസിയേഷൻ എന്നുള്ള. എങ്ങനെയാണ് നമ്മൾ ഒരു അപ്രിസിയേഷൻ എഴുതാം, അല്ലെങ്കിൽ ഇനി എക്സാമിന് വരാൻ സാധ്യതയുള്ള അപ്രിസിയേഷനിൽ ഏറ്റവും കൂടുതൽ അല്ലെ ചാൻസ് ഉള്ളതാണ് നമ്മുടെ എനി വുമൺ എന്ന് പറയുന്ന പോം. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ എഴുതുക എന്നുള്ളതിന്റെ പുറമെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം പോം കമ്പാരിസൺ ആണ്. അഥവാ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു പോമായിട്ട് നമ്മൾ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പോമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കമ്പയർ ചെയ്യണം. അപ്പൊ ഈ രീതിയിലുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂണിറ്റോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കും.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, സോ ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്പ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.